ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 29 തീയതി ബുധനാഴ്ച ദിവസം 1799 ഇടവ മാസം 15 തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠമാസം 8 തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6 മണി 7 മിനിറ്റിനും അസ്തമയം വൈകുന്നേരം 6 മണി 32 മിനിറ്റിനുമാണ്. നാളത്തെ തീയതി ഷഷ്ടി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രം ബുധനാഴ്ച രാവിലെ 8 മണി 40 മിനിറ്റ് വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രമായിട്ട് തിരുവോണം നക്ഷത്രം ബുധനാഴ്ച ദിവസം രാവിലെ യാണ് വന്നു ചേരുക. ബുധനാഴ്ച ദിവസം രാവിലെ 8 മണി 40 മിനിറ്റ് വരെ തിരുവോണ നക്ഷത്രമുണ്ട്. ബുധനാഴ്ച രാവിലെ 8 മണി 40 മിനിറ്റ് മുതലാണ് അവിട്ട നക്ഷത്രം ആരംഭിക്കുന്നത്. അവിട്ട നക്ഷത്രം വ്യാഴാഴ്ച രാവിലെ 7 മണി 30 മിനിറ്റ് വരെ ഉണ്ടായിരിക്കും. അപ്പം വ്യാഴാഴ്ചത്തെ ഉദയാൽപര നക്ഷത്രമായിരിക്കും അവിട്ട നക്ഷത്രം. ബുധനാഴ്ചത്തെ ഉദയാൽപര നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച രാവിലെ 8 മണി 40 മിനിറ്റിനാണ്. ബുധനാഴ്ച രാവിലെ 8 മണി 40 മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ 7 മണി 30 മിനിറ്റ് വരെയുള്ള സമയമാണ് അവിട്ട നക്ഷത്ര സമയം. ഇതിൽ അവിട്ട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം മകരക്കുറിലും പിന്നീടുള്ള 2 പാദങ്ങൾ കുംഭക്കുറിലുമാണ്. അപ്പോൾ ആദ്യത്തെ 2 പാദങ്ങളുടെ സമയം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച രാവിലെ 8 മണി 40 മിനിറ്റ് മുതൽ ബുധനാഴ്ച രാത്രി 8 മണി 40 മിനിറ്റ് വരെയുള്ള സമയം. ബുധനാഴ്ച രാവിലെ 8 മണി 40 മിനിറ്റ് മുതൽ ബുധനാഴ്ച രാത്രി 8 മണി 40 മിനിറ്റ് വരെയുള്ള സമയമാണ് മകരക്കുറിലെ ഔട്ട നക്ഷത്ര 2 പാദ സമയം. ബുധനാഴ്ച രാത്രി 8 മണി 40 മിനിറ്റ് മുതൽ നക്ഷത്രം തീരുന്ന സമയമായ വ്യാഴാഴ്ച രാവിലെ 7 മണി 30 മിനിറ്റ് വരെയുള്ള സമയം കുംഭക്കുറിലെ ഔട്ട നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകരക്കുറിൽപ്പെട്ട ഔട്ട നക്ഷത്രവും കുംഭക്കുറിൽപ്പെട്ട ഔട്ട നക്ഷത്ര ജാതകരുടെയും സമയമാണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളുക. ഈ ഔട്ട നക്ഷത്രം കുംഭക്കൂറിലും മകരക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. ഔട്ട നക്ഷത്രം എന്ന് പറഞ്ഞാൽ അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് ഔട്ട നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ദേവത വസുക്കളാണ്. അതുപോലെ തന്നെ നക്ഷത്രത്തിൻ്റെ ഭൂതം ആകാശമാണ്, പക്ഷി മയിലാണ്, വൃക്ഷം അഗ്നിയാണ്, ചൊവ്വാദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. എല്ലാ ഔട്ട നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം ചൊവ്വ ദശാകാലമാണ്. ഔട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ എല്ലാവിധമായ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഔട്ട നക്ഷത്ര ജാതകർ ജീവിതത്തിൽ സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവരാണെന്നാണ് പറയുന്നത്. ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റുന്നതിൽ അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അവർ ആ കാര്യം വിജയിപ്പിച്ചെടുക്കും. അതിനുള്ള കഴിവ് അവർക്ക് ജന്മനാ ഉണ്ട് എന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഇവർക്ക് ക്ഷിപ്രകോപം വന്നു ചേരാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. അഹങ്കാരികളൊന്നുമല്ല, എളുപ്പത്തിൽ സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരാണെങ്കിൽ പോലും ഇവർക്ക് ക്ഷിപ്രകോപം വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളത് ജ്യോതിഷം എടുത്തു പറയുന്നൊരു കാര്യമാണ്. അധികാരം ഇവർ ഉപയോഗിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് ഇവർക്ക് അധികാരമുണ്ടെങ്കിൽ, ഏതെങ്കിലും അധികാര സ്ഥാനത്ത് ഇവർ ഉണ്ടെങ്കിൽ, ഔട്ട നക്ഷത്ര ജാതകർക്ക് അധികാരമുണ്ടെങ്കിൽ അവർ ആ അധികാരം ഉപയോഗിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നാണ് പറയുന്നത്. ഔട്ട നക്ഷത്ര സ്ത്രീകൾ സൗന്ദര്യം, സുഖം, ഈശ്വരവിശ്വാസം, അതുപോലെ തന്നെ വൈരാഗ്യബുദ്ധി, എന്ത് ജോലിയും ചെയ്യാനുള്ള ഒരു മനത്തൻ്റെ ഇടം, താല്പര്യം എന്നിവ ഉള്ളവരാണെന്ന് ജ്യോതിഷം പറയുന്നു. ഇപ്പോൾ ഔട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് ജീവിതത്തിൽ എല്ലാവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ സ്വന്തം പ്രയത്നം കൊണ്ട് അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് ഐശ്വര്യം ജീവിതത്തിൽ നേടിയെടുത്ത് അല്ലെങ്കിൽ ഐശ്വര്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ഭാഗ്യം ഔട്ട നക്ഷത്ര ജാതകർക്കുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ എല്ലാ ഔട്ട നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ അങ്ങനെയില്ല. ചൊവ്വയുടെ സ്വാധീനം കൂടുതലായിട്ടുള്ള ഔട്ട നക്ഷത്ര ജാതകർ കലഹപ്രിയരും അഹങ്കാരികളും തൻ്റേടികളും ഒക്കെയാണെന്ന് ജ്യോതിഷം പറയുന്നു. അവർക്ക് ചൊവ്വയുടെ സ്വാധീനം കൂടുതൽ, അവർക്ക് പെട്ടെന്ന് ക്ഷിപ്രകോപം വരും. ഈ ഔട്ട നക്ഷത്ര ജാതകർക്ക് ക്ഷിപ്രകോപം വരുന്നത് തന്നെ ചൊവ്വയുടെ സ്വാധീനം കൊണ്ടാണ്. അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം ചൊവ്വയുടെ ദശാകാലമാണ്. അപ്പോൾ ചൊവ്വയാണ് ഇവരെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഔട്ട നക്ഷത്ര ജാതകർക്ക് ഒരു സാമാന്യ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ക്ഷിപ്രകോപം ഉണ്ടാകും, പെട്ടെന്ന് അവർ പൊട്ടിത്തെറിക്കും, വയലൻ്റ് ആകും.
പക്ഷെങ്കിൽ അത് നിമിഷ നേരം കൊണ്ട് അവസാനിക്കും. എന്നാൽ ചൊവ്വ കൂടുതൽ സ്വാധീനിക്കുന്ന വ്യക്തികൾ നല്ല തൻ്റെ ഇടമുള്ളവരാണ്, നല്ല ആരോഗ്യമുള്ളവരാണ്, നല്ല ഹൈറ്റും വെയ്റ്റും ഉള്ളവരാണ്, അവർ ഭയങ്കര കോപമുള്ളവരാണ്, ആരോടും ഏറ്റുമുട്ടുവാൻ ധൈര്യമുള്ളവരാണ്. ഇനി ആരോഗ്യസ്ഥിതി മോശമാണെങ്കിലും അവർ നാക്കുകൊണ്ടും അല്ലെങ്കിൽ സംഭാഷണം കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ അവർ ഏറ്റുമുട്ടും. അത്തരത്തിലുള്ള മർമ്മങ്ങൾ വെച്ചുള്ള സംസാര രീതിക്ക് അവർക്ക് പ്രത്യേക സിദ്ധിയുണ്ട്. അവിട്ട നക്ഷത്ര ജാതകർ അവർ സംസാരത്തിൽ കൂടി ഇരുത്തിക്കളയും. അപ്പം അങ്ങനെയുള്ള സിദ്ധികളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ ജന്മന ഈ കുജൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്നതാണ്. കുജൻ്റെ സ്വാധീനം അമിതമായി പോയാൽ അവരുടെ ജീവിതം, ദാമ്പത്യ ജീവിതം പ്രശ്നമാവും. ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിച്ച് വേർപിരിയും. ഭാര്യയ്ക്ക് ഭർത്താവുമായിട്ട് ഒത്തൊരുമിച്ച് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഔട്ട നക്ഷത്ര ജാതകരെ മറ്റുള്ളവർ ഉൾക്കൊള്ളത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. ഇതൊക്കെ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ ഇത് വന്നു ചേരാം. എപ്പോഴും ടെൻഷൻ അടിക്കുവാൻ സാധ്യതയുള്ളൊരു നക്ഷത്രവുമാണ് ഔട്ട നക്ഷത്രം എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ഔട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം ചൊവ്വയുടെ ദശാകാലമാണ്. 7 വർഷമാണ്. എല്ലാവർക്കും 7 വർഷം കിട്ടണമെന്നില്ല. 5 വർഷം കിട്ടിയാലും 4 വർഷം കിട്ടിയാലും 3 വർഷം കിട്ടിയാലും അല്ലെങ്കിൽ 6 വർഷം കിട്ടിയാലും ക്ഷിപ്രകോപം ഇവരെ ബാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇപ്പോൾ ഈ ദശാകാലം, ചൊവ്വയുടെ ദശാകാലം ഇപ്പോൾ ഒരു 5 വർഷം ഉണ്ടെന്നിരിക്കട്ടെ, 5 വയസ്സ് വരെ ആയിരിക്കും. 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് രാഹുവിൻ്റെ ദശാകാലമാണ്. ഈ 5 വയസ്സിനുള്ളിൽ ഈ ജനിച്ച സമയത്ത് ചൊവ്വ അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ അവർക്ക് തലയ്ക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിരിക്കും. അപകടങ്ങൾ, മുറിവുകൾ, ചതവുകളൊക്കെ പറ്റിയിരിക്കും. 5 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ രാഹു ദശാകാലമാണ്. 18 വർഷമുണ്ട്, 23 വയസ്സ് വരെ. അപ്പോൾ ഈ സമയത്ത് അവരുടെ വിദ്യാഭ്യാസമൊന്നും, രാഹു ജനിച്ച സമയത്ത് അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം എല്ലാം മുടങ്ങിപ്പോവും. അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നേടാൻ പറ്റത്തില്ല. അവരെ അവിടെ പരാജയപ്പെട്ടു പോവും. പ്രേമം, അനുരാഗം മുതലായുള്ള കാര്യങ്ങളിലൊക്കെ അവർ അകപ്പെട്ടു പോകുന്ന ഒരു സമയമാണ്. അതേസമയത്ത് രാഹു ഇവർക്ക് ഗുണം ചെയ്യുന്ന ഒരു രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ, രാഹുവിൻ്റെ സ്ഥിതി ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവർ വിദ്യാഭ്യാസം കൊണ്ടൊക്കെ നേടി, നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി, തൊട്ടടുത്ത ദശാകാലമായ വ്യാഴ ദശാകാലത്ത് അവർ നല്ല ഉദ്യോഗമൊക്കെ വാങ്ങിച്ച് നല്ല സൗഭാഗ്യത്തോടു കൂടി അവർ ജീവിക്കും. അപ്പോൾ 23 വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ 5 വർഷം കുജൻ്റെ ദശാകാലമാണ്. ചൊവ്വയുടെ ദശാകാലമാണെങ്കിൽ പിന്നീട് വന്നു ചേരുന്നത് 18 വർഷം രാഹുവിൻ്റെ ദശാകാലം. നമ്മൾ 23 ആയി. 23 വയസ്സുകൊണ്ട് രാഹു അനുകൂലമാണെങ്കിൽ അവർ നല്ല ഉദ്യോഗം ലഭിക്കുവാനുള്ള യോഗ്യത നേടിയിരിക്കും, നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയിരിക്കും. അതിനുശേഷം 23 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ ജോലി ചെയ്യും. സ്വന്തമായിട്ട് നല്ല ജോലിയൊക്കെ അവർക്ക് ലഭിക്കും. 16 വർഷം വ്യാഴദശാകാലമാണ്. 29, 39 വയസ്സ് വരെ അവർക്ക് നല്ല സമയമാണ് വ്യാഴദശാകാലം. വ്യാഴദശാകാലം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ശനിയുടെ ദശാകാലമാണ്. 19 വർഷമുണ്ട്. അത് 39, 48, 58 വയസ്സ് വരെ ശനിയുടെ ദശാകാലമാണ്. ഈ ശനിയും ജനിച്ച സമയത്ത് അനുകൂലമായ സ്ഥാനത്താണെങ്കിൽ ആ സമയം അവർക്ക് നല്ല സമയമാണ്. 58 വയസ്സ് വരെ അവർ ജീവിതത്തിലെല്ലാം നേടും. വീടും സ്ഥലവും വാഹനവും എല്ലാം, ഭൂമി, സ്വത്ത്, സ്വർണം എല്ലാം അവർ വാങ്ങിച്ചിരിക്കും. അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ നടത്തിയെടുക്കുവാൻ സാമർഥ്യമുള്ളവരാണ്. അപ്പോൾ ഇതിൻ്റെ നേട്ടം അവർക്കുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ രാഹുദശാകാലം അവർക്ക് അനുകൂലമാണെങ്കിൽ അവർ വിദ്യാഭ്യാസം കൊണ്ട് ഉന്നതമായ നിലയിലെത്തി നല്ല യോഗ്യത, നല്ല തൊഴിലിനുള്ള യോഗ്യത അവർ നേടിയിരിക്കും. അതിനുശേഷം വ്യാഴദശാകാലത്ത് 16 വർഷം ഇവർക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ലഭിക്കും. ആ 16 വർഷം ശോഭനമായ കാലമാണ്. പിന്നീട് തൊട്ടടുത്ത് വരുന്ന ശനിദശാകാലം കൂടി അനുകൂലമാണെങ്കിൽ ഇവർക്ക് 58 വയസ്സ് വരെ നല്ല അനുകൂലമായ സമയമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ബുധദശാകാലമാണ്. അപ്പോൾ ഇങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് ഉയർച്ചയിലെത്തുന്നവർക്ക് ബുധദശാകാലം തീർച്ചയായിട്ടും അനുകൂലമായൊരു ദശാകാലമാണ്. കാരണം ബുധൻ അനുകൂലമാകുന്നതുകൊണ്ടാണ് അവർക്ക് വിദ്യാഭ്യാസത്തിൽ കൂടി ഉന്നതി നേടാൻ കഴിയുന്നതും. അപ്പോൾ തൊട്ടടുത്ത ദശാകാലമായ ബുധദശാകാലം കൂടി അനുകൂലമായാൽ അവരുടെ ആയുസ് മുഴുവൻ വളരെ സംതൃപ്തിയായിട്ട് അവർക്ക് ജീവിക്കാൻ, ഐശ്വര്യത്തോടു കൂടി സൗഭാഗ്യത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ, അതായത് ഈ ദശാകാലങ്ങളൊക്കെ അനുകൂലമാണോ ഇല്ലയോ എന്നുള്ളത് ഗ്രഹനില നോക്കി മനസ്സിലാക്കുക. ഇപ്പോൾ ഈ കേൾക്കുന്ന ഔട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് കേൾക്കുന്നവർ അവരുടെ മക്കളൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ രാഹുവിൻ്റെ സ്ഥിതി നോക്കുക. രാഹു അനിഷ്ടസ്ഥാന സ്ഥിതി ആണെന്നൊക്കെ നോക്കണം. നോക്കി ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാതാപിതാക്കൾ അതൊക്കെ അറിഞ്ഞ് നോക്കി മനസ്സിലാക്കിയൊക്കെ ചെയ്യുക. ചില കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവുകളുണ്ടെങ്കിൽ അവർക്ക് ഈ രാഹു അനിഷ്ടസ്ഥാന സ്ഥിതി അല്ല എന്ന് തന്നെ വിചാരിക്കാം. അവർക്ക് പഠനത്തിൽ പുറകോട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ അവരെ ശല്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഫക്കെട്ട്, പനി, വിട്ടുമാറാത്ത പനി, കഫക്കെട്ട്, വലിവ്, അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും,
അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ രാഹു അനിഷ്ടസ്ഥാന സ്ഥിതിയാണെന്ന് മനസ്സിലാക്കുക. അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തിൽ മുന്നേറുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഔട്ട നക്ഷത്രത്തെക്കുറിച്ച് പറയുവാനുള്ളത്. ഇനി നാളത്തെ നക്ഷത്ര ദിവസം ഔട്ട നക്ഷത്ര ദിവസമാണ്. ബുധനാഴ്ച ദിവസം രാവിലെ 8:40 മുതൽ ഔട്ട നക്ഷത്രം ആരംഭിക്കുകയാണ്. അപ്പോൾ 8:40 മുതൽ വ്യാഴാഴ്ച രാവിലെ 7:30 വരെയുള്ള സമയം ഔട്ട നക്ഷത്രമാണ് സ്വാധീനിക്കുന്നത്. ആർക്കൊക്കെ നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്ന് ചിന്തിക്കാം. രോഹിണി, മകയിരം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, തിരുവോണം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണ്. രോഹിണി, മകയിരം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, തിരുവോണം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് ബുധനാഴ്ച ദിവസം രാവിലെ 8:40 മുതൽ അവരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വ്യാഴാഴ്ച ദിവസം രാവിലെ 7:30 വരെ അതിന് സമയമുണ്ട്. ആ സമയം വരെ നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. ഈ സമയം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് പുണർദം, പൂയം, മൂലം, ഉത്രാടം, അനിഴം എന്നീ നാളുകാർക്കാണ്. പുണർദം, പൂയം, മൂലം, ഉത്രാടം, അനിഴം എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് ജ്യോതിഷം പറയുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പ്രതികൂലമായ സാഹചര്യങ്ങളാണ് മനുഷ്യജീവിതത്തെ പലപ്പോഴും പരാജയപ്പെടുത്തുന്നത്. ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം പിന്നീട് നമുക്കത് വലിയൊരു ദോഷമായിട്ട് അനുഭവത്തിൽ വന്നു ചേരും. അപ്പോൾ അതുകൊണ്ടാണ് ജ്യോതിഷം മുന്നറിയിപ്പായിട്ട് പറയുന്നത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം, ആലോചിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ചോളം സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. ഇനി നാളെ ബുധനാഴ്ച ദിവസമാണ്. ബുധനാഴ്ച ദിവസം പകൽ സമയം ശുഭസമയമായിട്ട് എടുത്തു പറയുന്നത് രാവിലെ 6:07 മുതൽ 10:37 വരെ ശുഭസമയമാണ്. പുലർച്ചെ മുതൽ രാവിലെ സൂര്യോദയ സമയം മുതൽ 6:07 മുതൽ 10:37 വരെ ശുഭസമയമാണ്. പിന്നീട് 11:36 മുതൽ 12:24 വരെ ശുഭസമയമാണ്. അതിന് ശേഷം ഉച്ച കഴിഞ്ഞ് 1:37 മുതൽ 4:37 വരെയും ശുഭസമയമാണ്. ഈ പ്രധാനപ്പെട്ട സമയം നോക്കി നാളത്തെ ദിവസം ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുവാൻ ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് പറയുന്നത്. നാളത്തെ തീയതി 29 ഒറ്റസംഖ്യയാക്കണമെങ്കിൽ 2 വരും. 29-നെ 2+9 സമയം 11, 11-നെ വീണ്ടും ഒറ്റസംഖ്യയാക്കണം 1+1 സമയം 2. അങ്ങനെ 2, 11, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് അവരുടെ ജീവിതത്തിൽ കടന്നു വരിക. അപ്പോൾ ഈ പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അത് നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരുമെന്നും സംഖ്യാ ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് നിത്യവും ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് നിത്യവും ഈ ചാനലിൽ കൂടി പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കണം. പ്രിയമുള്ളവരെ, ഒരു ചെവിയിൽ കൂടെ കേട്ട് അതിന് വില കൽപ്പിക്കാതെ മറു ചെവിയിൽ കൂടി അതിനെ തള്ളിക്കളയരുത്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ ജ്യോതിഷത്തെ തേടി പോകാതെ നിങ്ങൾ കേൾക്കുന്ന കാര്യം സത്യമുള്ളതാണെന്ന് മനസ്സിലാക്കുക. സത്യമുള്ളതേ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുകയുള്ളൂ. ജ്യോതിഷം സത്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന് പ്രകൃതീശ്വരൻ കൊടുത്ത ഒരു വരദാനമാണ്. സ്വന്തം ബുദ്ധി കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് പ്രകൃതീശ്വരൻ മനുഷ്യർക്ക് കൊടുത്ത ഒരു ജ്ഞാനമാണ്, വരദാനമാണ്, ബുദ്ധിയാണ്. അത് ശാസ്ത്രമായി ആ ശാസ്ത്രം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഒരു ശാസ്ത്രമാണ്. തകർച്ചയിലേക്ക് പോകാതെ, നാശത്തിലേക്ക് പോകാതെ മനുഷ്യരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പ്രകൃതീശ്വരൻ മനുഷ്യർക്ക് കൊടുത്തൊരു വരദാനമാണ്. ഇതിനെ വിശ്വസിക്കുക, അംഗീകരിക്കുക. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഫോളോ ചെയ്യുക. ഒരുപാട് പേർ ഈ ജ്യോതിഷത്തെ അംഗീകരിക്കാതെ അവരുടെ കുടുംബം ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ച സമയത്ത് അതിൻ്റെ ജനന സമയത്ത് അതിൻ്റെ ജീവിതത്തിൽ ഇന്ന ദോഷങ്ങളുണ്ട്. നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടിയെ വളർത്തണം. ക്ഷേത്രങ്ങളിലൊക്കെ പോയി അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം, ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ചുമ്മാതെയാണ് പറയുന്നത്. വേറെ കൂലിപ്പണിക്ക് പോകണോ എന്ന് പറഞ്ഞാണ് കമൻറ്റ് പറയുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കും പറയുന്നത് കൂലിപ്പണിക്ക് പോകാനാണ് പറയുന്നത്. ആൾക്കാർ പറയുന്നതാണ് കൂലിപ്പണിക്ക് പോകാൻ. അവരുടെ സമയം മോശമാണെന്ന് വിചാരിച്ചോണം. അവരങ്ങനെ ഒരു മറുപടി പറയുമ്പോൾ അവർ വലിയൊരു നാശത്തിലേക്കാണ് പോകുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ വലിയൊരു നാശമാണ് വരാൻ പോകുന്നത്. ആ നാശം അവരനുഭവിക്കണം. അതാണ് സമയദോഷം. ആ സമയദോഷം അനുഭവിക്കേണ്ടത് അവർക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ജഗദീശൻ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർ നമ്മളോട് പറയും കൂലിപ്പണിക്ക് പോടൂ എന്ന് പറയും. പിന്നീട് ഇത്
പിന്നീട് ആ കുഞ്ഞ് വളർന്നു വന്നു കഴിഞ്ഞ് അപ്പനെയും തല്ലി അമ്മയും തല്ലി വീടും നശിപ്പിച്ച് നാട്ടുകാർക്കും തലവേദനയായി അവനൊരു ക്രിമിനൽ പശ്ചാത്തലത്തിൽ അകപ്പെട്ട് ഒരു ഗുണ്ടയായി ആർക്കും വേണ്ടാത്തവനായി ജയിൽവാസമായിട്ട് അവനങ്ങ് പോകും. ഇത് കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ഇന്നൊരു ദോഷമുണ്ട്, നിങ്ങൾ അതിന് വേണ്ടിയ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ആ കുഞ്ഞിനെ വളർത്തണം, ഈശ്വരഭക്തിയിൽ കൂടി ആ കുഞ്ഞിനെ വളർത്തണം, നിങ്ങളതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പം പറയും, എന്തു പറയും? കൂലിപ്പണിക്ക് പോടുമെന്ന് പറയും. അപ്പോൾ അതാണ് ലോകം അങ്ങനെയാണ്. അപ്പം ഞാനിത് പറയുന്നത് എനിക്കിങ്ങനെയുള്ള അനുഭവങ്ങൾ ഒത്തിരി കേൾക്കുന്നുണ്ട്, ഞാൻ നിത്യവും കേൾക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ആരെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടാൽ ഒരു സന്തോഷം, ആ ഒരു മനോഭാവത്തിലാണ് ഞാനിന്നിത് പറയുന്നത്. എനിക്കും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ദക്ഷിണ 500 രൂപ എന്ന് ദക്ഷിണ പറഞ്ഞതിന് ഒരാൾ ഫോണിൽ കൂടെ വാട്സപ്പിൽ കൂടെ മോശമായ കമൻ്റ് ഇട്ടു, മോശമായ കമൻറ്റ്. ഇപ്പം ഞാനതിന് ആ പുള്ളിയോട് എന്ത് പറയാനാ? അയാളുടെ സമയം മോശം, അയാളെന്തോ ജീവിതത്തിൽ എന്തോ വലിയൊരു പ്രയാസത്തിൽ അകപ്പെടാൻ പോവുകയാണ്. മറ്റൊരാളുടെ ശാപം മേടിച്ച് അയാളെന്തോ നാശത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അയാളെ കമൻ്റ് ഇട്ടത്. ഇന്നത്തെ കാലത്ത് സാമാന്യ ഒരു ബോധമുള്ള ഒരാൾക്ക് ചിന്തിക്കാം, ഏത് തൊഴിൽ ചെയ്താലും അവർ അത് പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ദിവസം 24 മണിക്കൂറാണ്, അതിൽ 8 മണിക്കൂറാണ് ഒരു മനുഷ്യന് ജോലി ചെയ്യാനുള്ള സമയം. ആ 8 മണിക്കൂർ മറ്റൊരാൾക്ക് വേണ്ടി സൗജന്യമായിട്ട് അയാൾ ജോലി ചെയ്താൽ അയാൾ എങ്ങനെ ജീവിക്കും? 4-5 വർഷം കുത്തിയിരുന്ന് പഠിച്ച കാര്യമല്ലേ? 4-5 വർഷം കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഇതൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിരുന്നെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിൽ 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കാമായിരുന്നു. പക്ഷേങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതിനുള്ള ഒരു കോഴ്സിന് പോയി ചേരാതെ സ്വന്തം കഴിവുകൊണ്ടും ജഗദീശ്വരൻ തന്നൊരു കഴിവുകൊണ്ടും ഒക്കെ പഠിച്ചെടുത്തിട്ട് മറ്റൊരാൾക്ക് വേണ്ടി ഇത് ഗുണകരമായിട്ട് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ പറയുന്നതാണ്, താനെ ഇങ്ങനെയുള്ള 500 രൂപ മേടിക്കാതെ താൻ വേറെ വല്ല പണിക്കുമൊക്കെ പോടുമെന്നൊക്കെ പറഞ്ഞാണ് ഈ ആക്ഷേപിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ എന്തോ നാശത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ സംസാരിക്കുന്നത്. അയാളുടെ കുടുംബം അല്ലെങ്കിൽ അയാളുടെ ജീവിതം തകർച്ചയിലേക്ക് പോവുകയാണ്. ഒരു 8 മണിക്കൂർ ജോലി ചെയ്യാനുള്ള സമയത്ത് മറ്റൊരാൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ഈ ജോലി ചെയ്തു കൊടുത്തിട്ട് അയാൾ ആഹാരം ഭക്ഷിക്കാതെ, അയാൾ കൊടുക്കാൻ വസ്ത്രം അന്വേഷിക്കാതെ, അയാൾ താമസിക്കുന്ന വീടിന് കറണ്ട് ചാർജ് കൊടുക്കണ്ട, അയാൾ എടുത്തിരിക്കുന്ന റൂമിന് വാടക കൊടുക്കണ്ട, അവിടെ കറണ്ട് ചാർജ് കൊടുക്കണ്ട, പഞ്ചായത്തിൽ ലൈസൻസ് ഫീസ് അടയ്ക്കണ്ട, ഇങ്ങനെയൊന്നും ചെയ്യണ്ട, സൗജന്യം അപ്പോൾ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഓരോരുത്തരോട് പറഞ്ഞു കൊടുത്താലും അവരും ഇങ്ങനെ തന്നെയാണ് ഇത് കേൾക്കുന്നത്, അവർ അംഗീകരിക്കത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ പിന്നെ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിത്യവും പറഞ്ഞു തരുന്നത്, എന്നെ എത്ര പേര് തെറി വിളിച്ചാലും ചീത്ത വിളിച്ചാലും എൻ്റെ ഈ വാക്ക് കേട്ട് ഒരു കുടുംബം എങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നക്ഷത്രഫലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. നാളത്തെ നക്ഷത്രഫലം എന്ന് പറയുന്നത് നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്, ആരെയും ഭയപ്പെടുത്തുന്ന കാര്യമല്ല. നമ്മളൊരു അറിവ് നേടുക. നമ്മൾ ദിവസവും പത്രം വായിക്കത്തില്ലേ? ഇപ്പോൾ മഴക്കാലമാണ്, മഴക്കാലം നമ്മൾ ടി വിയിൽ വാർത്ത കാണും, കാലാവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ അറിയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു അറിവ് മാത്രമാണെന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം. നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല മനസ്സും നല്ല പ്രവൃത്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ആരെയും ആകർഷിക്കുന്നൊരു പ്രകൃതമായിരിക്കും, ആരോഗ്യം മെച്ചമായിരിക്കും, കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. അതുപോലെ തന്നെ മാതാവ് മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ചോളം മാതാവിന് ശത്രുത ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. ധനനേട്ടം, കാര്യവിജയം, വിദ്യാഗുണം എന്നിവ അവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. നാളത്തെ ദിവസം പരധനത്തിൽ പൂർവികമായ സ്വത്തിൽ ആസക്തി തോന്നുവാനിടയുണ്ട്. അതെങ്ങനെയും വാങ്ങിച്ചെടുക്കണമെന്നുള്ള ചിന്ത അവരിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലരിൽ കോപവും വന്നു ചേരാം. തൊഴിൽപരമായ നേട്ടമുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മയൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. മാതാവ് മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്.
നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല ബുദ്ധി, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല പുത്രാദികൾ, അപ്പോൾ നല്ല കലാപ്രവർത്തനങ്ങൾ ഒക്കെ കാഴ്ചവെക്കുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം, വ്യാപാര വിജയം എന്നിവ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മിഥുനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായി വന്നു ചേരുന്നൊരു ദിവസമല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. നാളത്തെ ദിവസം ആരോഗ്യം മെച്ചമായിരിക്കും. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങളൊക്കെ, സുഖസൗകര്യങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. നല്ല അറിവുള്ളവരെ പോലെ പെരുമാറുന്ന ദിവസമാണ്. പണത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടം അവർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കുറാണ്. ചിങ്ങക്കുറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. ധനപരമായ നേട്ടം വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബസുഖമുണ്ട്. ഭാര്യാപുത്രാദികളും, അതായത് നല്ല ദാമ്പത്യ ജീവിതവും കുടുംബസുഖവും സൽഗുണ സമ്പന്നരെ പോലെ ജീവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർ നാളത്തെ ദിവസം പ്രശസ്തരാകുവാൻ സാധ്യതയുണ്ട്. വ്യാപാരികളായിട്ടുള്ളവർക്ക് വ്യാപാര വിജയം വന്നു ചേരുന്ന ദിവസമാണ്. എല്ലാ സുഖസൗകര്യങ്ങളും ജീവിതത്തിൽ അനുഭവിക്കാൻ യോഗമുള്ളൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. അങ്ങനെ കുടുംബസുഖം, ദാമ്പത്യ ജീവിത സുഖം, മക്കളുടെ സ്ഥിതി അനുകൂലം, തൊഴിൽപരമായ നേട്ടം എല്ലാം കൊണ്ടും നാളത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ഭാര്യ, നല്ല ഭർത്താവ് എന്നുള്ള ദാമ്പത്യ ജീവിത സുഖം അല്പം കുറവായിരിക്കും. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ സൗന്ദര്യപ്പിണക്കത്തിനോ ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും വിദ്യ അഭ്യസിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. ബുദ്ധിശക്തി വർദ്ധിക്കുന്നൊരു ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളെ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വന്നു ചേരാമെങ്കിലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും വൃശ്ചികക്കുറാണ്. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാർക്ക് സുഖസ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാമെങ്കിലും പ്രതീക്ഷയ്ക്കൊത്ത് ധനപരമായ നേട്ടം അവരെ തേടി വരണമെന്നില്ല. അങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നാളത്തെ ദിവസം അവർക്ക് ശത്രുശല്യം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ അവർക്ക് പലവിധത്തിലുള്ള ദോഷം ചെയ്യുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അവർ ജനിച്ച സമയത്തെ പ്രത്യേകതകൾ കൊണ്ട് നാളത്തെ ദിവസം ശത്രുദോഷത്തെ അതിജീവിക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ്. എങ്കിലും നാളത്തെ ദിവസം ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം. നക്ഷത്ര പൊരുത്തം വെച്ച് നോക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ അവർക്ക് ശത്രുശല്യമൊന്നും കാര്യമായിട്ട് വന്നു ചേരുവാൻ സാധ്യതയില്ല. അപ്പോൾ ജനിച്ച സമയത്ത് ബുധൻ അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാളത്തെ ദിവസം ശത്രുശല്യം, രോഗദുരിതം, ദുഃഖം, പ്രയാസങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അല്ലാത്തവർക്ക് അത് ബാധകമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് വൃശ്ചികക്കുറിൽപ്പെട്ട തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് നാളത്തെ ദിവസം നക്ഷത്ര ദിവസം കൊണ്ട് അനുകൂലമായൊരു ദിവസം ആയതുകൊണ്ട് അവർക്കും കാര്യമായ ദോഷമൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ഈശ്വരഭക്തി വർദ്ധിക്കുന്നൊരു ദിവസമാണ്. ഈശ്വരഭക്തിയും ദൈവഭക്തി, ഗുരുഭക്തിയും ഒക്കെ വർദ്ധിക്കുന്നൊരു ദിവസമാണ്. സുഖാനുഭവ യോഗങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. സൽപുത്ര ഭാഗ്യം, ആൺമക്കളാലുള്ള ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന ദിവസമാണ്. ധനം വന്നു ചേരാൻ, സമ്പത്ത് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. വിദ്യാഭ്യാസം കൊണ്ട് നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അങ്ങനെ പല പ്രകാരത്തിലുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായി നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവർക്ക് വീട്, സ്വത്ത്, വാഹനം, ഭൂമി എന്നിവ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. മാതൃസ്നേഹമുള്ള ഒരു ദിവസമാണ്. എങ്കിലും ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായ ഒരു ദിവസമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ധനത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയും അത്ര മെച്ചമല്ല. എങ്കിലും ഭാഗ്യം കൊണ്ട് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. തൊഴിൽപരമായ നേട്ടവും പ്രതീക്ഷിക്കാം. ഭാഗ്യം കൊണ്ട് മാത്രം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരായിട്ടുള്ള വ്യാപാരികൾക്ക് നാളെ അനുകൂലമായൊരു ദിവസമാണ്. വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അല്ലാത്തവർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം.
അവരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം പലവിധമായ കഷ്ടതകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. പലതിലും തിക്താനുഭവങ്ങളൊക്കെ ആയിരിക്കും. അറിയാതെ പോയി പ്രശ്നത്തിൽ ചാടി വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് ജീവിതം നഷ്ടപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ കൈവിട്ടു പോകുവാൻ ഒരുപാട് ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കണം. പ്രതികൂലമായ സാഹചര്യമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശാരീരികവും മാനസികവുമായൊക്കെ തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ദാമ്പത്യ സുഖം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയമുണ്ടാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം വളരെ വിനയത്തോടു കൂടി ഇവർ പെരുമാറും. അങ്ങനെ ഒരുപാട് ഗുണകരമായ അനുഭവങ്ങൾ അവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ബുദ്ധിപരമായ പ്രവർത്തനം കൊണ്ട് ജീവിത വിജയം നേടുന്നതാണ്. ഒരു വാഗ്മിയെ പോലെ ഇവർ സംസാരിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഇവർ ശോഭിക്കുന്ന ദിവസമാണ്. എങ്കിലും അവർക്ക് ശാരീരികമായ ക്ഷീണവും പ്രയാസവും അനുഭവപ്പെടാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. അവരുടെ മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ലായിരിക്കും. പിതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടവും അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പേർ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവർ മഹാദേവനോട് പ്രാർത്ഥിക്കുക. മഹാദേവൻ ഒരു വഴി കാണിച്ചു തരും. നിങ്ങൾ പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ടാണ് മഹാദേവനെ വിളിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട. നിങ്ങളുടെ കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും നിങ്ങളുടെ വിളി കേട്ട് മഹാദേവൻ ഓടി വന്ന് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലി മഹാദേവനെ ആരാധിക്കുക, പൂജിക്കുക, മഹാദേവനെ വിളിക്കുക. മഹാദേവ ഓടി വരണമേ, എന്നെ രക്ഷിക്കണമേ, ഞാൻ തകർച്ചയിലാണ്, എന്നെ രക്ഷിക്കണമേ, എന്നെ അവിടുത്തെ കരം നീട്ടി എന്നെ രക്ഷിക്കണമെന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും മഹാദേവൻ രക്ഷിക്കും. അപ്പോൾ മഹാദേവൻ അല്പം താമസിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളെ അല്പം വിടുവിക്കുവാനായിട്ട് അല്പം താമസം വന്നാൽ നിങ്ങൾ നിരാശപ്പെടാതെ മഹാദേവനിൽ തന്നെ ആശ്രയിക്കുക. മഹാദേവൻ പൂർണ്ണമായിട്ടും നിങ്ങളെ രക്ഷിക്കും. മഹാദേവൻ നിങ്ങൾക്ക് ജീവിത വിജയം നൽകും. നിങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങളെ എല്ലാം ഉള്ള ഒരു അവസ്ഥയിലേക്ക് മഹാദേവൻ കൊണ്ടെത്തിക്കും. അപ്പോൾ നിങ്ങൾ മഹാദേവനോട് പ്രാർത്ഥിക്കുക, ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലുക, മഹാദേവനിൽ തന്നെ വിശ്വസിക്കുക. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം നാളത്തെ ദിവസവും എല്ലാ പ്രിയപ്പെട്ടവരിലും സമൃദ്ധിയായിട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം പറയുന്നു. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.